ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്, ബീഫ് വിന്താലോ. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ഒരു കുക്കർ വെക്കാം, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വരട്ടെ. നല്ല പച്ചമണം മാറി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3-4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് അതെല്ലാം വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ബീഫ് വിന്താലുവിൻ്റെ സ്പെഷ്യൽ മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് ആവശ്യത്തിന് ജീരകം, വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത്, കറിയാമ്പ്, ഒരു കഷ്ണം പട്ട, ഏലക്ക, പിന്നെ 2 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട്, ഒരു കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരയണം. അങ്ങനെ നമ്മുടെ മസാല നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ മിക്സ് നേരത്തെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ബീഫിലേക്ക് മസാല ഇറങ്ങുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ബീഫിൽ നല്ല മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി ഒരു 8 പ്രഷറോളം കളഞ്ഞെടുക്കാം. അങ്ങനെ 8 പ്രഷറോളം കളഞ്ഞെടുത്ത് നമ്മുടെ ബീഫ് വിന്താലും നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവി ചാറൊക്കെ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് വിന്താൽ ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും